ബിറ്റ്സ് ടിവി സുഖം എല്ലാവർക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ സ്കിൻ ഇഷ്യൂസിനൊക്കെ എല്ലാത്തിനും ഉള്ള ഒരു പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സീക്രട്ടിന്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. ഒരു കുഞ്ഞു സീക്രട്ട് ആണ്, പക്ഷേ ഒരുപാട് നമ്മുടെ സ്കിൻ ഇഷ്യൂസിന് വളരെ എഫക്ട് തരുന്ന ഒരു റെമഡി കൂടിയാണ്. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വേഗം സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണാം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ തുടർന്നുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ ഹാപ്പി ബിറ്റ്സ് ടി വ്ലോഗ്സ് കുറേ പേരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, കണ്ടിട്ടുകൂടില്ലെന്ന് തോന്നുന്നു. അപ്പം വേഗം അതും കൂടെ ഹാപ്പി ബിറ്റ്സ് ടി വ്ലോഗ്സ് കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. സെയിം മെത്തേഡ് തന്നെ അതിലും യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. സ്കിന്നിൽ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് ഡെയിലി നമ്മൾ സൺ ഡാമേജ് ഉണ്ടാവുന്നുണ്ട്. അതിൽ തന്നെ സ്കിന്നിൽ എന്താ പറയുക, റാഷസ് ഉണ്ടാവുന്നുണ്ട്, പിമ്പിൾസ് ഉണ്ടാവുന്നുണ്ട്. മറ്റനവധി പ്രോസസ്സിങ്ങിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഒക്കെ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു രക്ഷ വേണ്ടേ? അല്ലെന്നുണ്ടെങ്കിൽ ഒരു എല്ലാത്തിനും ഓൾ ഇൻ വൺ റെമഡി നമുക്ക് വേണ്ടേ? ഇപ്പൊ പിമ്പിൾസ് ആവട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ കരുവാളിച്ച പാടാവട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സ്കിന്നിൽ ഇച്ചിരി പൊള്ളിയിട്ട് വന്നൊരു പാടാവട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പിമ്പിൾ വന്ന പാടാവട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കറുത്ത കരിവാളിപ്പ് അങ്ങനെ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനും വേണ്ടിയിട്ട് നമുക്കൊരു സിമ്പിൾ റെമഡി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു നാച്ചുറൽ ഫേസ് ബ്ലീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് യൂസ് ചെയ്ത ശേഷം നമുക്ക് ഫീൽ ചെയ്യുന്നത്, നമ്മൾ ബ്ലീച്ച് ചെയ്യില്ലേ, ബ്ലീച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഒന്ന് റിഫ്രഷ് ആവും. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ആയിട്ടൊരു നമ്മുടെ ടോൺ ഒന്ന് ചേഞ്ച് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് നമുക്കിവിടെ ഉണ്ടാവുക. നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ആവും. അതുപോലെ തന്നെ നമ്മൾ ഒരു ത്രൂ ഔട്ട് 3 ഡേയ്സ് ഗ്യാപ്പിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അങ്ങനെ കണ്ടിന്യൂസ് ഒരു 3 മാസമൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം സ്കിൻ ടോൺ തന്നെ മാറും. അതുപോലെ തന്നെ അതായത് നമ്മുടെ പാട് സ്പോട്സ് എല്ലാ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് മാറും. കണ്ണതായുള്ള കറുപ്പാവട്ടെ, നമ്മളുടെ മറ്റുള്ള പാടുകളാവട്ടെ, എല്ലാ കാര്യങ്ങൾക്കും ഓൾ ഇൻ വൺ സൊല്യൂഷൻ ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ആണെന്ന് പറയണതാ ഒരു ഇത്തിരി കുഞ്ഞനാണ്, കണ്ടോ? ഇദ്ദേഹമാണ് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരം. ഇതിനെ നമുക്ക് പലർക്കും അറിയുണ്ടാവും. എന്താ സംഭവം എന്ന് വെച്ചാൽ ജാതിക്കയാണ്. ജാതിക്ക മിക്കവരുടെ വീട്ടിലുണ്ടാവും. കോട്ടയം സൈഡിലെ ഏരിയയിലൊക്കെ ഇഷ്ടംമാതിരി ജാതിക്ക ഉണ്ടാവും. പിന്നെ ആലുവ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ എന്തായാലും ജാതിക്കക്കുരു കിട്ടും. അല്ലാതെ നമ്മുടെ വീട്ടിലുണ്ടാവും. സ്പൈസസിന്റെ കൂടെ നമുക്ക് എന്തായാലും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്യണം. കാണാൻ വല്ല വയറുവേദന, ലൂസ് മോഷനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടിപൊളി റെമഡി കൂടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിനിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നതിനകത്ത് ഒരു കോട്ടിംഗ് ഉണ്ട്. കോട്ടിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കട്ടിയുള്ള ഒരു തോടുക ഇതുപോലെ ഉണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നമുക്കത് പൊളിച്ചിട്ട് അതിനകത്തുള്ള ഈ ഒരാളെ മാത്രം മതി. കണ്ടോ? ഈ ഒരു പാട്ട് മാത്രം നമുക്ക് മതിയാവും. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മളുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫേസ് പാക്കിൽ കിടക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇത് പൊടിച്ചിട്ട്, ഇതിപ്പോൾ ഒരു 5-10 എടുത്തിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്ത് നന്നായിട്ട് ഇച്ചിരി വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയതിന് ശേഷം പൊടിച്ച് നമ്മൾ ഒരു കുപ്പിയിലാക്കി വെച്ചാൽ മതിയാവും. ഫ്രിഡ്ജിലൊന്നും കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ നമുക്കിത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മളുടെ അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് പാക്കിലേക്ക് കിടക്കാം. ജാതിക്ക കുരു നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇതിനകത്ത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പിമ്പിൾസ് ഒക്കെ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്കാർസിനൊക്കെ വളരെ നല്ലതാണ്. സൺസ്പോട്ടൊക്കെ നന്നായിട്ട് മാറും. അപ്പോൾ നമ്മൾ പൊടി എടുക്കുക. ഒരു 1.5 സ്പൂൺ പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് പിമ്പിൾസ് ഉള്ള സ്കിന്നിലാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം. ഒരു വളരെ ഓയിലി ആണെന്നുണ്ടെങ്കിൽ ബേസൻ പൗഡർ നമുക്ക് എടുക്കാം. പിന്നെ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നാരങ്ങയാണ്. അരമുറി നാരങ്ങ. ഈ നാരങ്ങ എന്ന് പറഞ്ഞാൽ ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട. അതുപോലെ തന്നെ 3 ദിവസം ഇടപെട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നാരങ്ങ ഉപയോഗിക്കേണ്ട. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ലെമൺ അല്ലെങ്കിൽ നാരങ്ങ ഉപയോഗിക്കാവുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഈ ജാതിക്ക പൊടിച്ചു വെച്ചതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. 1.5 സ്പൂൺ ജാതിക്ക പൊടിച്ചു വെച്ചത്, അതിലേക്ക് ഒരു വലിയ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് നമ്മളുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും 1 സ്പൂൺ തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ബേസൻ പൗഡർ ആണെന്നുണ്ടെങ്കിലും, അതായത് കടലമാവാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പോലും നമുക്ക് 1 സ്പൂൺ എടുത്താൽ മതി. അപ്പോൾ എക്സ്ട്രാ ഉള്ള ഓയിലൊക്കെ വലിച്ചെടുത്തോളും. നെക്സ്റ്റ് നമുക്ക് അരമുറി നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. നാരങ്ങ ഓപ്ഷണലാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ പാക്ക് റെഡി ആയി കഴിഞ്ഞു. ഫേസ്
നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിലൊട്ടും നമുക്ക് ഡസ്റ്റ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് ക്ലീൻ ചെയ്യുക. മിൽക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ നമ്മൾ വാഷ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ ചെറുപയർ പൊടിയാണെന്നുള്ള ഉപയോഗിച്ച് നമ്മൾ ഫേസ് വാഷിന് ശേഷം നമ്മളുടെ പാക്ക്, നമ്മളുടെ ഫുൾ ഫേസ്, അതുപോലെ തന്നെ നമ്മളുടെ ചെവി, ചുണ്ട് ഒക്കെ നമുക്കിടാവുന്നതാണ്. പിന്നെ നമുക്ക് സെൻസിറ്റീവ് ഉള്ള സ്കിന്നുള്ളവർക്ക് എന്തും അലർജി വരുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫേസിൽ ഫുള്ള് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കുറച്ച് നമുക്ക് അല്പം കൂടെ കഴുത്തിൽ കൂടെ യൂസ് ചെയ്യാം. കഴുത്ത് ഇച്ചിരി അയവുള്ള ഡ്രസ്സ് ഇടുക. കഴുത്തിലും ഫുൾ അപ്ലൈ ചെയ്യുക. കഴുത്തിലെ പാടുകളും അതുപോലെ തന്നെ ഫേസിലെ എല്ലാ പാടുകളൊക്കെ നന്നായിട്ട് മാറും. പാടുകൾ മാറി നല്ല സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആവാൻ സഹായിക്കും. അതുപോലെ ലിപ്സും നന്നായിട്ട് നിറം വയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. അതിനുശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് മിനിമം വയ്ക്കുക. ഒരു 20-25 മിനിറ്റ് വരെ നമുക്ക് വയ്ക്കാവുന്നതാണ്. അതിന് ശേഷം നോർമൽ വാട്ടറിൽ, കുറച്ച് തണുത്ത വാട്ടറിലാണെന്ന് നമുക്ക് വാഷ് ചെയ്യാം. ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് ഡിഫറൻസ് അറിയാൻ പറ്റും. ഒരു 2-3 യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല സ്കിന്ന് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. തീർച്ചയായിട്ടും റിസൾട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. റിസൾട്ട് ഒക്കെ കിട്ടിക്കഴിഞ്ഞ ശേഷം മിണ്ടാണ്ടിരിക്കരുത്. കാരണം വെച്ചാൽ ഈ റിസൾട്ട് നിങ്ങൾക്ക് ഉള്ളതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് പേർക്ക് ഉപകാരമാകും. കാരണം ഒരേ ആൾക്കാർ നമ്മുടെ കമന്റ് ബോക്സിലല്ലേ ആദ്യം കയറി നോക്കുക, ഇതിനകത്ത് എന്തെങ്കിലും ആർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഉണ്ടോ എന്ന് അറിയാനായിട്ട് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും മറക്കരുത് കേട്ടോ. താഴെ കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അതിന്റെ ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതൊരു ഉപകാരമായിരിക്കും. തീർച്ചയായിട്ടും അത് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമയാന്ന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.